അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഫഹൽ യദ്കുറൂന അഗ്നീകും യൗമൽ ഖിയാമ. അതുവരെ ചിരിച്ചു കൊണ്ടിരുന്ന പ്രവാചകനോട് അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ ഒരു ചോദ്യം ചോദിക്കേണ്ട താമസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ് ചുമക്കുകയാണ്, പ്രവാചകന്റെ കൈകാലുകളെ വിറക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചാടി എഴുന്നേറ്റിരുന്ന് പൊട്ടിക്കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ കരയുകയാണ്. അല്ലാഹുവേ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? ഫഹൽ യദ്കുറൂന അഗ്നീകും യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ പ്രവാചകരെ, നാളെ പടച്ചവന്റെ പരലോകമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ മഹ്ശറയുണ്ടല്ലോ. ആ മഹ്ശറയിലേക്ക് ഞാൻ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. ആ ദിവസം എന്നോട് ഈ സ്നേഹമുണ്ടാകുമോ നബിയേ? എന്നെ കണ്ട പരിചയം കാണിക്കുമോ നബിയേ? എന്നെ സഹായിക്കുമോ നബിയേ? ഞാൻ അങ്ങയുടെ ഭാര്യയാണല്ലോ, എന്നെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കരയുകയാ, പ്രവാചകൻ ഇരുന്ന് കരയുകയാണ്. ആയിഷ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തു പറ്റി നബിയേ? എന്തിനാ നബിയേ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു, ആയിഷ, പരലോകത്തെ കുറിച്ച് നിനക്കറിയുമല്ലോ ആയിഷ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, ആയിഷ, അന്നത്തെ ദിവസം എങ്ങാണ് ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന പോലും അറിയില്ല ആയിഷ. ഒരു പെണ്ണ് പ്രസവിക്കുന്ന വേദന അറിയാത്ത ദിവസമാണ്, അവൾ അറിയാതെ പ്രസവിച്ചു പോകുന്ന ദിവസമാണ്. പടച്ചവനെ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാവ് ഓടി ഒളിക്കുന്ന ദിവസമാണ് ആയിഷ. പടച്ചവനെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുടി പോലും നരച്ചു പോകുന്ന ദിവസമാണ്, പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുടി പോലും നരച്ചു പോകുന്ന ദിവസമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, സലാസത്തിന് 3 സ്ഥലങ്ങളുണ്ടല്ലോ. നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ ആ കോടതിയിൽ 3 സ്ഥലങ്ങളുണ്ടായിഷ, 3 സ്ഥലങ്ങളുണ്ടായിഷ. ആ 3 സ്ഥലങ്ങളിലേക്ക് ഒരു മനുഷ്യന് കടന്നു ചെന്നാൽ, വാപ്പ മുന്നിലൂടെ നടന്നു പോയാൽ, ഉമ്മ മുന്നിലൂടെ നടന്നു പോയാൽ, പടച്ചവനെ കൂടപ്പിറപ്പാകട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, മക്കളാകട്ടെ, കൂട്ടുകാരാകട്ടെ, ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത 3 സ്ഥലങ്ങളുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന് പറയുന്നു, ആയിഷ, അല്ലാഹുവിന്റെ പരലോകത്ത് 3 സ്ഥലങ്ങളുണ്ട് ആയിഷ. ആ 3 സ്ഥലങ്ങളിലേക്ക് ഒരു മനുഷ്യൻ എത്തിക്കഴിഞ്ഞാൽ ഫലാ യദ്കുറു അഹദുൻ അഹദാ, അവനവനല്ലാതെ മറ്റൊരാളും കാണില്ല. ആയിഷ, നീയല്ലാതെ ഒരാളും നിന്നെ സഹായിക്കില്ല, ഒരാളും നിന്നോട് പരിചയം കാണിക്കില്ല. നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും നിന്റെ കൂടെ പിറപ്പും നിന്റെ കൂട്ടുകാര് ആര് നിന്റെ മുന്നിലൂടെ നടന്നു പോയാൽ തിരിഞ്ഞു നോക്കാത്ത 3 സ്ഥലമുണ്ട് ആയിഷ. ആകിബിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഒന്ന് പറഞ്ഞു പോയി, ഒന്ന് പറഞ്ഞു തരുവോ നബിയേ? ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത ആ 3 സ്ഥലങ്ങളൊന്ന് പറഞ്ഞു തരുവോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാ. പാതിരാത്രി ഒരുമിച്ചുകൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഒരാളും നിന്നെ പരിഗണിക്കാത്ത 1ാമത്തെ സ്ഥലമേതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ,
ദുനിയാവിന്റെ തുടിക്ക് മുകളിൽ ഞാനും നിങ്ങളും ജീവിക്കുന്ന കാലങ്ങളുണ്ടല്ലോ. പടച്ചവനെ 30, 40, 50, 60, 70 വർഷക്കാലം ഈ ദുനിയാവിന്റെ തുടിക്ക് മുകളിൽ ഞാനും നിങ്ങളും ഇങ്ങനെ ജീവിക്കുമ്പോ ഈ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനുമുണ്ടല്ലോ. ഈ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനുമുണ്ടല്ലോ. നാളെ പടച്ചവനെ ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ടല്ലോ. അല്ലാഹു എണ്ണി എണ്ണി ചോദിക്കുന്നു. പടച്ചവനെ ജീവിതത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും അല്ലാഹു ചോദിക്കുന്ന ഒരവസരമുണ്ടല്ലോ. അറിഞ്ഞു ചെയ്തത്, അറിയാതെ ചെയ്തത്, ഒറ്റയ്ക്ക് ചെയ്തത്, കൂട്ടമായി ചെയ്തത്, അഹങ്കാരത്തോടെ ചെയ്തത്, പടച്ചവനെ ചെയ്തു കൂട്ടിയത് മുഴുവനും അല്ലാഹു എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു ദിവരംഗമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, ഒന്നാമത്തെ സ്ഥലം വിചാരണയുടെ സ്ഥലമാണ് ആയിഷ. അല്ലാഹു വിചാരണ ചെയ്യുന്നതിന് വേണ്ടി മനുഷ്യനെ പിടിച്ചു നിർത്തുന്ന രംഗമുണ്ടല്ലോ. മനുഷ്യനും നിന്നെ ഒരാളും തിരിഞ്ഞു നോക്കൂല. ആയിഷ ബീവി റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, നബിയേ, രണ്ടാമത്തെ സ്ഥലമേതാ നബിയേ? എന്റെ പ്രിയമുള്ളവരെ, ചുമലിരിക്കുന്ന നമ്മുടെ വലത് തോളിലും ഇടത് തോളിലും ഇരിക്കുന്ന ആ 2 മലക്കുകൾ ഉറങ്ങാതെ 24 മണിക്കൂർ അവരിങ്ങനെ എഴുതി വെച്ച് കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, നാളെ ആ കിതാബുണ്ടല്ലോ, ആ നന്മതിന്മകൾ എഴുതിയ കിതാബുണ്ടല്ലോ, പടച്ചറപ്പ് തൂക്കി നോക്കുന്ന രംഗമുണ്ടല്ലോ. ആ കിതാബ് നമ്മുടെ കയ്യിലേക്ക് എടുത്തു തരുന്ന രംഗമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആ സമയത്ത് ജനങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയാ, ആലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതെന്ത് കിതാബാ പടച്ചവന്? ഇതെന്ത് പുസ്തകമാ പടച്ചവന്? ജീവിതത്തിൽ ചെയ്തത് മുഴുവനും ഇതിനകത്തുണ്ടല്ലോ തമ്പുരാന്, ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ റഹ്മാനു. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആയിഷ, രണ്ടാമത്തെ സ്ഥലമേതെന്നറിയുമോ? അത് മീസാനിന്റെ മുന്നിലാണ് ആയിഷ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കിടന്ന് കരഞ്ഞു വിറച്ചുകൊണ്ട് ആയിഷ ബീവി ചോദിച്ചു, നബിയേ, മൂന്നാമത്തെ സ്ഥലമേതാ നബിയേ? അപ്പയില്ലാത്ത, ഉമ്മയില്ലാത്ത, ഭാര്യയില്ലാത്ത, മക്കളില്ലാത്ത, കൂടപ്പിറപ്പില്ലാത്ത, കൂട്ടുകാരില്ലാത്ത, ശരീരത്തിന്റെ അവയവങ്ങൾ പോലും എതിരാകുന്ന പടച്ചറപ്പിന്റെ പരലോകത്തിലെ മൂന്നാമത്തെ സ്ഥലമേതാ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പടച്ചവനെ, നരകത്തിന്റെ മുകളിലൂടെ പടച്ചറപ്പ് വലിച്ചു കെട്ടിയിരിക്കുന്ന സുറാസെന്ന പാലമുണ്ടല്ലോ. ഒരു മുടി 7 മുറിച്ചിട്ട് അതിലൊരംശം എങ്ങനെയാണോ, അതിനെക്കാളും നേർമയായ ഒരു പാലമുണ്ടല്ലോ. നരകത്തിന്റെ മുകളിലൂടെ അല്ലാഹു വലിച്ചു കെട്ടിയിട്ടുണ്ട്. ആ പാലത്തിന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യനെത്തിയാ, ഫലാ യദ്കുറു അഹദുൻ അഹദാ, പിന്നെ ഒരാളും ഒരു മനുഷ്യനെയും തിരിഞ്ഞു നോക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീടിനകത്ത് കരഞ്ഞ് കരഞ്ഞ് തളർന്നു കിടക്കുന്ന ഭാര്യ, ആ ഭാര്യയുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയേ, എന്നെ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അവിടെന്ന് പറഞ്ഞു, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്. എങ്കിൽ ആയിഷ ബീബി ചോദിച്ചു, ഈ ഇഷ്ടം നാളെ പരലോകത്ത് വരുമ്പോഴും കാണും? അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോ ഈ സ്നേഹം എന്നോടുണ്ടാകുമോ? എന്നെ കൂടെ ഒന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകുമോ? വല്ല പരിഗണനയും എന്നോട് കാണിക്കുമോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, 3 സ്ഥലം പറയുന്നു, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅദനാ റബ്ബി യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മതി 70000 ലാ ഹിസാബ അലൈഹിം വലാ അദാബ മഅ കുല്ലി 1070. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ആയിഷ, അല്ലാഹു വിചാരണയ്ക്ക് വേണ്ടി ജനങ്ങളെ മുഴുവനും പിടിച്ചു നിർത്തുന്ന അവസ്ഥയുണ്ടല്ലോ, ആ അവസരമുണ്ടല്ലോ. ആ സമയത്ത് 70,000 പേര് വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകും ആയിഷ. ആ
70,000 പേരിൽ ഓരോ മനുഷ്യന്റെ കൂടെയും 70,000 ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നാളെ വിചാരണയില്ലാതെ ലക്ഷക്കണക്കിന് ആൾക്കാർ സ്വർഗത്തിലേക്ക് കടന്നു പോകും. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, മൻ ഹൂസിബ യൗമൽ ഖിയാമ, ഏതെങ്കിലും ഒരു മനുഷ്യനെ അല്ലാഹു വിചാരണ ചെയ്യാൻ പിടിച്ച ലഉദ്ദിബ, അവൻ നശിച്ചു പോകുമെന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നാളെ റബ്ബ് ചെയ്തത് മുഴുവനും എണ്ണി ചോദിക്കുന്ന രംഗമുണ്ട്. ആ രംഗത്ത് ഒരാളെയും നമ്മളെ തിരിഞ്ഞു നോക്കൂല. ആ സമയത്ത് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ നമുക്ക് പെടണം. ആ സമയത്ത് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ എന്റെ പ്രിയമുള്ളവരെ, 6 സ്വഭാവം ആർക്കുണ്ടോ, 6 നന്മകൾ ആര് തന്റെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ, അവൻ നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിലെത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 6 നല്ല കാര്യം ആര് തന്റെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ, അവൻ നാളെ പരലോകത്ത് ചെല്ലുമ്പോ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകും. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അവർക്കാണ് ഹിസാബ് യസീറ എന്നൊരു ഹിസാബുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ മുന്നിൽ ഇപ്പൊ സിറാജ്, ഞാൻ വഴുത പറയുന്ന ഞാൻ നാളെ മരിച്ച റബ്ബിന്റെ പരലോകത്ത് അള്ളാഹിന്റെ മുന്നിൽ ഞാൻ പോയി നിൽക്കുമ്പോ അള്ളാഹു എന്നോട് ചോദിക്കും, സിറാജ് നിസ്കാരമൊന്നും ഇല്ലല്ലോ. ഇല്ല പടച്ചവനെ. ഒരുപാട് സൽക്കർമ്മങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല പടച്ചവനെ. നീ ഒരുപാട് തെറ്റുകൾ ചെയ്തല്ലോ. ചെയ്തു പടച്ചവനെ. എല്ലാം ഞാൻ സമ്മതിക്കും. എല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് ഞാൻ ചെയ്ത തെറ്റുകൾ മുഴുവനും ഞാനിങ്ങനെ സമ്മതിക്കുമ്പോ അവസാനം അള്ളാഹു പറയും, എല്ലാം സമ്മതിച്ച് കഴിയുമ്പോ കേറി പോടാ, എന്റെ കരുണ കൊണ്ട് നീ കേറിപ്പോക്കോ എന്നിങ്ങനെ സ്വർഗത്തിലേക്ക് കയറ്റിവിടുന്ന ചില വിഭാഗമുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ആ കൂട്ടത്തിൽ പെടാൻ ആഗ്രഹമുള്ള മഹാന്മാരൊന്ന് പൊക്കിക്കോ, വേറെ വഴിയൊന്നുമില്ല. ചിലപ്പോ ഇതേ കാണത്തുള്ളൂ. ചിലപ്പോ നീ കൈ പൊക്കിയതിന്റെ പേരിൽ നിനക്ക് സ്വർഗം കിട്ടും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേറെ ഒന്നും വേണ്ട. ഒരുപാട് വലിയ സൽക്കർമ്മൊന്നും വേണ്ട. ഒരു നായിക്ക് വെള്ളം കൊടുത്തേനല്ലേ ഒരു പെണ്ണിന് അള്ളാഹു സ്വർഗം കൊടുത്തേ. വളരെ മോശമായ വ്യഭിചരിച്ച് നടന്ന ഒരു പെണ്ണ് ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തതിന്റെ പേര് സ്വർഗം കിട്ടി. 5 നേരം നിസ്കരിച്ച് ദിക്റും ദുആയും ഖുർആനും ഒരുപാട് സൽക്കർമ്മവുമായി നടന്ന ഒരു പെണ്ണൊരു പൂച്ചയ്ക്ക് വെള്ളം കൊടുക്കാതിരുന്നപ്പോൾ നരകവും കിട്ടി. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അല്ലാഹു അങ്ങനെ വല്ലാത്ത കരുണയാണ്. അല്ലാഹുവിന് വല്ലാത്ത കരുണയാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് 2 ആൾക്കാരെ കൊണ്ടുവരും. അള്ളാഹുവിന്റെ പരലോകത്ത് 2 ആൾക്കാരെ കൊണ്ടുവരും. 2 പേരോടും അള്ളാഹു പറയും നരകത്തിൽ പൊക്കോളാൻ. 2 പേരോടും പറയും നരകത്തിൽ പോകാൻ. നരകത്തിലേക്ക് പോകാൻ പറയുമ്പോ ഒരുത്തനാണെങ്കിൽ ഒറ്റ ഓട്ട. നരകത്തിലേക്ക് പോകാൻ പറഞ്ഞപ്പോ ഒരുത്തൻ ഒറ്റ ഓട്ടം ഓടുവാ നരകത്തിലേക്ക്. രണ്ടാമത്തെ മനുഷ്യനാണെങ്കിൽ കുറച്ച് മുന്നോട്ട് പോകും, കരയും തിരിഞ്ഞു നോക്കും, പിന്നെയും മുന്നോട്ട് പോകും, കരയും തിരിഞ്ഞു നോക്കും, പിന്നെയും മുന്നോട്ട് പോകും, കരയും തിരിഞ്ഞ് ഇങ്ങനെ പോവാ. 2 പേരും നരകത്തിന്റെ മുന്നിലെത്തിയപ്പോ അള്ളാഹു 2 പേരെയും തിരിച്ചു വിളിച്ചു. അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് 6 കാര്യങ്ങളും പറയാമെന്ന് ഞാൻ വാക്കൊന്നും പറയൂല. ഇൻഷാ അല്ലാഹ് കറക്റ്റ് 10:30 ചവിട്ടി നിർത്തി ദുആ ചെയ്ത് പിരിയും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ നാളെ വിചാരണയില്ലാതെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലേക്ക് കടന്നു പോകുന്ന ആ ഭാഗ്യവാൻ ആരാ നബിയേ, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പ്രവാചകനോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത 1ാമത്തെ വിഭാഗം ആരെന്നറിയുമോ? പതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുന്നു, സ്വഹാബാ, അല്ലാഹു പരീക്ഷണം കൊടുക്കുന്ന സമയമുണ്ടല്ലോ. ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും പടച്ചവനെ ഒന്നിന് പുറകെ ഒന്നൊന്നായി ജീവിതത്തിലേക്ക് ദുഃഖങ്ങൾ മാത്രം കടന്നു വരുമ്പോ കണ്ണീര് റബ്ബിങ്ങനെ തോരാതെ
നിനക്ക് തന്നുകൊണ്ടിരിക്കുമ്പോ, പടച്ചവനെ നിന്റെ കച്ചവടം നഷ്ടത്തിലാകുമ്പോ, നിനക്ക് ലക്ഷങ്ങളുടെ കടമുണ്ടാകുമ്പോ, നിന്റെ മക്കൾക്ക് രോഗം പിടിക്കുമ്പോ, നിന്റെ വീടിനകത്ത് റബ്ബേ സമാധാനമില്ലാതെ വരുമ്പോ, പടച്ചവനെ ഒന്നിനു പിറകെ ഒന്നായി ജീവിതത്തിലേക്ക് അല്ലാഹു പ്രയാസങ്ങൾ മാത്രം തരുമ്പോ, ഇത് പടച്ച റബ്ബിന്റെ തീരുമാനമാ, ഇതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണ് എന്ന് കരുതിയിട്ട് ശമിക്കുന്നവനുണ്ടല്ലോ, വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്, അവൻ നാളെ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലെത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ വിഭാഗം, അല്ലാഹു ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ കൊടുക്കുന്ന സമയം ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്, ഇത് പടച്ച റബ്ബിന്റെ തീരുമാനമാ എന്ന് കരുതിയിട്ട് ക്ഷമിക്കുന്നവന് നാളെ സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ ഓരോന്നിങ്ങനെ ദുഃഖങ്ങൾ മാത്രം കടന്നു വരിക, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ നമ്മൾ പറയണം, ഉസ്താദിന്റെ അടുക്ക പോയി പറയും, ഉസ്താദെ 5 നേരം ഞാൻ നിസ്കരിക്കുമല്ലോ ഉസ്താദെ, ഒരു വഖത്ത് പോലും ഞാൻ കൊള്ളയാക്കത്തില്ലല്ലോ, ഏത് പരിപാടിക്കും വഅലിനാകട്ടെ മജ്ലിസുൻ നൂറിനാകട്ടെ സ്വലാത്തിനാകട്ടെ ഏതിനും ഞാൻ മുൻപന്തിയിൽ ഉണ്ടാവുമല്ലോ ഉസ്താദെ, എത്ര ഞാൻ എന്റെ കയ്യിൽ ഇല്ലെങ്കിലും ഉള്ളത് ഞാൻ തരുമല്ലോ, സദക്ക ചെയ്യുമല്ലോ, എന്നാൽ എനിക്കിത് വന്നല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പരീക്ഷണം കടന്നു വരുന്ന സമയത്ത് ഇത് റബ്ബിന്റെ തീരുമാനമാണെന്ന് നമുക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഞാനും നിങ്ങളും ഉമ്മയുടെ വയറ്റിൽ കിടന്ന് 4 മാസമായപ്പോ ഒരു മലക്ക് വന്നിട്ട് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്ന് 4 മാസമായപ്പോ ഒരു മലക്ക് വന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, സിറാജ് എടാ, നീ ജീവിതത്തിൽ ഇന്നതൊക്കെ നീ അനുഭവിക്കണം, നിനക്ക് ഇന്നതൊക്കെ കിട്ടും, നീ തിന്നേണ്ട ഭക്ഷണം ഇതാ, അതിന്റെ മുകളിൽ എന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. എന്തിന്? എന്റെ ഭാര്യ ആരാ, എനിക്ക് എത്ര മക്കളുണ്ട്, എനിക്ക് എത്ര പണം കിട്ടും, ഞാൻ എത്ര അത് പറയുന്ന ആളാകും, എന്തിന്? അവസാനം ഞാൻ എത്ര വയസ്സ് ജീവിക്കും, എവിടെ കിടന്ന് മരിക്കും, മരിക്കുന്ന സമയത്ത് മുസ്ലിമായിട്ടാണോ കാഫിറായിട്ടാണോ, എന്നെ എവിടെ കബറടക്കും, ഈ കാര്യങ്ങൾ മുഴുവനും ഞാൻ എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ എഴുതി വെച്ചിരിക്കുക. അത് അനുഭവിക്കാതെ പോകാൻ കഴിയും? അതൊക്കെ അനുഭവിക്കാതെ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ ചോദിക്കുകയാ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ ചോദിക്കുകയാണ്, അഫഹസിബതും മൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് ചോദിക്കുന്ന, സ്വർഗ്ഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? ഏ മനുഷ്യ, നിനക്ക് സ്വർഗ്ഗത്തിലേക്ക് വെറുതെ കടന്നു പോകാമെന്ന് നീ കരുതുന്നുണ്ടോ? അല്ലാഹ് പറയുകയാ, അല്ല, അതാ നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിലേക്ക് നിന്റെ മുൻഗാമികൾ ഒരുപാട് അനുഭവിച്ചല്ലോ. അനുഭവിക്കാതെ നിനക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ലെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ, അതിരാത്രി കടന്നു വന്നവര് നമ്മളെപ്പോഴും പറയും, ഉസ്താദേ ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാ, അല്ലാഹുവിന് എന്നോടെന്തോ ദേഷ്യമാ, പടച്ചവൻ എന്നോടെന്തോ ദേഷ്യമാണ്, അതുകൊണ്ടാണ് എനിക്ക് കൊല്ലങ്ങളായി വർഷങ്ങളായി എനിക്ക് മക്കളെ തരാത്തത്, എന്റെ രോഗം മാറാത്തത്, എനിക്ക് സമാധാനം തരാത്തത്, എനിക്ക് സ്വന്തമായിട്ടൊരു വീട് തരാത്തത്, എന്റെ കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് തരാത്തത്, എന്റെ മക്കൾക്ക് നല്ല ഒരു ജീവിതം തരാത്തത്. പടച്ചവനെ പരാതി പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, അല്ലാഹു നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല, അല്ലാഹു നിന്നോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല, നിന്നെ കരയിപ്പിച്ചിട്ട് പടച്ച റബ്ബിനൊന്നും നേടാനല്ല, എന്റെ പ്രിയമുള്ളവരെ സ്നേഹം കൂടിയത് കൊണ്ടാ, അല്ലാഹു നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാ പടച്ച റബ്ബ് നിനക്ക് കണ്ണീര് തരുന്നത്, നിനക്ക് ദുഃഖം തരുന്നത്, നിനക്ക് വേദന തരുന്നത്, നിനക്ക് പ്രയാസം തരുന്നത്. കാരണം അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, ഇന്ന അശദ്ദന്നാസി ബലാഗാ അൽ അംബിയാ. അല്ലാഹു ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയും അറിയുമോ? അല്ലാഹു ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകന്മാരെയാ. ആദം നബി മുതൽ അസ്റഫുൽ ഖൽഖായ തങ്ങളെ വരെ മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഇഷ്ടമില്ലാത്തത് കൊണ്ടാ, അല്ലാഹുവിന് നബിയെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചത്. എത്ര മക്കളുടെ മയ്യത്ത് കബറടക്കിയ വാപ്പയാ, എത്ര മക്കളുടെ മയ്യത്ത്. എന്റെ പ്രിയമുള്ളവരെ,
ഉമ്മയുടെ കണ്ണ് കൊതിതീരാൻ കൊടുത്തോ? ഇല്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ച പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന് ഇഷ്ടമുള്ളവർക്ക് അള്ളാഹു പരീക്ഷണം തരും. അള്ളാഹുവിന് ഇഷ്ടം കൂടുന്നതിനനുസരിച്ച് അള്ളാഹു ഇങ്ങനെ കരയിപ്പിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വെറുതെ അല്ലല്ലോ. ക്യാൻസർ രോഗം വരണമെന്ന് ആഗ്രഹിക്കണ ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? ഉണ്ടോ? ഞാനും നിങ്ങളും ദുആ ചെയ്യും, അത് തരല്ലേ അല്ലാഹ്. അങ്ങനല്ലേ ദുആ ചെയ്യാ? എങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെല്ലുമ്പോ ക്യാൻസർ രോഗിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ അത് വരാത്തവൻ പറയുമത്രേ, എനിക്കിത് വന്നില്ലല്ലോ എന്ന് ഖേദിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ക്യാൻസർ രോഗിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഷഹീദിന്റെ കൂലിയാ. 6 രീതിയിൽ മരണപ്പെടുന്ന മനുഷ്യന് ഷഹീദിന്റെ കൂലിയാ. അതിൽപ്പെട്ട ഒന്നാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വയറിന്റെ ഉള്ളിൽ രോഗം വന്നിട്ട് മരിക്കുക. 5 നേരം നിസ്കരിച്ച് അള്ളാനെ പേടിച്ചടക്കുന്ന ഒരു മനുഷ്യൻ വയറിന്റെ ഉള്ളിൽ രോഗം വരിക, ആ രോഗങ്ങളിൽ പെട്ടതാണ് ക്യാൻസർ രോഗം. 5 നേരം നിസ്കരിച്ച് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച ഒരു മനുഷ്യന് ക്യാൻസർ രോഗം വന്നു, അവൻ മരണപ്പെട്ട, അവന് ഷഹീദിന്റെ കൂലിയാ. നാളെ അവൻ ശുഹദാക്കളുടെ കൂടെയാ. നാളെ ശുഹദാക്കളുടെ കൂടെ പോകുന്നത് കാണുമ്പോ നമ്മൾ പറയും, ഇത് വന്നില്ലല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അള്ളാഹു പ്രയാസങ്ങൾ തരുമ്പോ അത് റബ്ബിന്റെ തീരുമാനമാണെന്ന് കരുതാൻ കഴിയാൻ. അല്ലാതെ ആരോ കൂടോത്രം ചെയ്ത് വെച്ചിരിക്കുന്നു, മുട്ട കുടിച്ചിട്ടിരിക്കണോ, വെറ്റയിട്ടിരിക്കണോ, തകട് കുഴിച്ചിട്ടിരിക്കുന്നതൊന്നും അല്ല വിഷയം. അതൊക്കെ ഉണ്ടോ ഇല്ല, അത് വേറെ വിഷയം. അതുണ്ടോ ഇല്ലേ, കൊണ്ടാ ഭരിക്കോ, ചെയ്താ ഭരിക്കോ ഇല്ല, അതുകൊണ്ട് അത് വൻഭാവത്തി എണ്ണിയത് ചെയ്യാൻ പാടില്ല. നിനക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനുള്ളത് അള്ളാഹു കൊടുക്കും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നീ അനുഭവിക്കാനുള്ളത് നീ അനുഭവിച്ചേ പറ്റൂ. നിനക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഈമാൻകാരി എത്ര പറ മനുഷ്യന്മാരെ, ഈമാൻകാരി എത്ര? 6. ഒന്നാമത്തെ എന്താ? പറ, ഉറക്കെ പറ. അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കണം. 2, അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ട്. 3, അള്ളാഹുവിന്റെ കിതാബുകളെ കൊണ്ട്, മുർസലീങ്ങളെ കൊണ്ട്, അന്ത്യദിനത്തിനെ കൊണ്ട്. 6ാമത്തെ കാര്യം എന്താ? ഉറക്കെ പറ. നന്മയും തിന്മയും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നതെന്ന് നീ വിശ്വസിച്ചാലേ യഥാർത്ഥ വിശ്വാസിയാഹൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ദുഃഖവും സന്തോഷം എവിടെ നിന്നുണ്ടാകുന്നതാ? അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതാ. അപ്പൊ അത് വിശ്വസിച്ചാലേ നമ്മൾ വിശ്വാസിയാകൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, ജീവിതത്തിൽ പ്രയാസമില്ലാത്ത ആരുമില്ല, ദുഃഖമില്ലാത്ത ആരുമില്ല, വേദനകളില്ലാത്ത ആരുമില്ല. ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും എന്തെങ്കിലും ഒരു പ്രയാസമുള്ളവരാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്. ഇത് പടച്ച റബ്ബിന്റെ തീരുമാനമാണെന്ന് കരുതിയിട്ട് ക്ഷമിക്കാൻ കഴിയുന്നില്ലല്ലോ. അള്ളാഹുവേ, പടച്ചവനെ ഇന്ന് ആത്മഹത്യ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? പടച്ചവനെ ഇന്ന് തൂങ്ങുകയാണ്. കയറെടുത്തിട്ട് തൂങ്ങുന്ന പെൺകുട്ടികളുണ്ട്. പടച്ചവനെ കടക്കടിയിൽ വീടുമ്പോ, കച്ചവടം നഷ്ടത്തിലായിട്ട് പടച്ചവനെ ലക്ഷങ്ങളുടെ കടമുണ്ടാകുമ്പോ തന്റെ ഭാര്യയും മക്കളെയും പോലും ഓർക്കാതെ ഒറ്റയടിക്ക് ജീവിതം തീർക്കുന്ന കച്ചവടക്കാരുണ്ട്. പടച്ചവനെ ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദനകൾ ഉണ്ടാകുമ്പോ, കള്ളക്കേസിൽ കുടുങ്ങുമ്പോ, അപവാദങ്ങളും പരിഹാസങ്ങളും കേൾക്കുമ്പോ, സ്വന്തം മക്കളെ പടച്ചവനെ വിഷം ചോറിൽ കലർത്തിയിട്ട് തന്റെ ഭാര്യക്കും മക്കൾക്കും വിളമ്പിക്കൊടുത്തിട്ട് പടച്ചവനെ ആത്മഹത്യ ചെയ്യുന്ന എത്രയോ മുസ്ലിമീങ്ങളെ നമ്മൾ കണ്ടവരാ. എന്റെ പ്രിയമുള്ളവരെ, സമുദായത്തിലേക്ക്, മുസ്ലിം സമുദായത്തിലേക്ക് വീണ്ടും ആത്മഹത്യ ഇങ്ങനെ കടന്നു വരുമ്പോ അതിന്റെ കാരണം എന്തെന്നറിയുമോ? പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് പിടിച്ചു നിൽക്കാൻ നമ്മളിൽ പലർക്കും കഴിയുന്നില്ല. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് വരുന്ന ദിവസം പടച്ചവനെ മക്കളോടുകയാണ്, ഓടിച്ചെന്നിട്ട് പടച്ചവനെ അവർക്കൊരു നല്ല റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന എത്രയോ മക്കളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ചാകാനാണെങ്കിൽ അതിനല്ലേ സമയം കാണൂ. ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ
എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും പടച്ചവനെ ജീവിതമെന്ന് അവസാനിപ്പിക്കണമെന്ന് തോന്നുമ്പോ, നാട്ടുകാര് മുഴുവനും ഒറ്റപ്പെടുത്തുമ്പോ, കൂട്ടുകാരും കൂടപ്പിറപ്പും കുടുംബക്കാരും കൈവിടുമ്പോ, ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നിന്നെ അപവാദം പറഞ്ഞ് നിന്നെ പരിഹസിക്കുമ്പോ, നാണം കെടുത്തുമ്പോ, സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും മുന്നിൽ നിന്നെ ഒറ്റപ്പെടുത്തുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഈ ജീവിതമെന്ന് അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നതിന് ഒരു മിനിറ്റ് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിനക്കൊരു ദിക്ർ പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഒരു ദിക്ർ പറയാൻ നിനക്ക് കഴിയുമോ? നിന്റെ മനസ്സിന് സമാധാനം കിട്ടാൻ, നിന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാൻ, നിനക്കൊരു ആത്മവിശ്വാസം കിട്ടാൻ, ഒരു ധൈര്യം കിട്ടാൻ അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിക്ർ പറഞ്ഞു തരികയാ. ഏത് ദിക്റെന്നറിയുമോ? ആര് പറഞ്ഞ ദിക്റെന്നറിയുമോ? ആര് പറഞ്ഞ ദിക്റെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. എന്റെ പ്രിയമുള്ളവരെ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അല്ലാഹുവേ ഒരു അപവാദം പറഞ്ഞു പരത്തുകയാ, ഒരു അപവാദം പറഞ്ഞു പരത്തുകയാ. എന്ത് അപവാദമെന്നറിയുവോ? ആയിഷ ബീബി വ്യഭിചരിച്ചെന്ന് നാട് മുഴുവനും പറഞ്ഞു പരത്തുകയാ. മഹാനായ സൗബാ റളിയല്ലാഹു തആല അൻഹു ഒരു ചെറുപ്പക്കാരനുമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞു പരത്തുകയാ. അവർ ആയിഷ ബീവിയെ വെറുതെ വിട്ടില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ പോലും വെറുതെ വിട്ടില്ല. ആ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവമാ. എന്റെ പ്രിയമുള്ളവരെ, എവിടെ നോക്കിയാലും ആയിഷയെ കുറിച്ചാണ് ചർച്ച. പടച്ചവനെ, പള്ളിക്കകത്തും പള്ളിയുടെ വെളിയിലും ഒരു നാട് മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കേട്ട് കേട്ട് മടുക്കുകയാ. കാരണം പ്രവാചകനാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അത് കേട്ട് കേട്ട് മടുക്കുകയാണ്. സഹിക്കാൻ കഴിയാതെ പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ആയിഷ, കുറച്ച് ദിവസം നിന്റെ വീട്ടിലേക്ക് പോക ആയിഷ, നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്കുക ആയിഷ. ആയിഷ ബീവിയുടെ ഹൃദയം പൊട്ടുന്ന വേദനയാ. കാരണം ഭർത്താവ് കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കാൻ പറയുകയാണ്. ആയിഷ ബീവിയുടെ ശബ്ദം പോലും വെളിയിൽ വരുന്നില്ല, കണ്ണീരല്ലാതെ മറ്റൊരു മറുപടിയുമില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട വാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആയിഷ ബീവി ഓടിച്ചെന്ന് ഉപ്പാന്റെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, വാപ്പാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ് വാപ്പാ, ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് എന്റെ വാപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? ഈ ആയിഷ വ്യഭിചരിക്കുമെന്ന്, ഈ ആയിഷ വ്യഭിചരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നോ വാപ്പാ? അല്ലാഹുവേ, വാപ്പ മകളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വിശ്വസിക്കലല്ലാതെ വഴിയില്ല ആയിഷ. ആയിഷ ബീവി തളർന്നില്ല. തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മ, ഇവരൊക്കെ പറയുന്നത് കള്ളമാ ഉമ്മ, ഇവര് തെറ്റിദ്ധരിച്ചിട്ട് പറയുകയാ ഉമ്മ. 9.5 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട മാതാവ് തന്റെ പൊന്നാര മകള് നെഞ്ചു പൊട്ടിക്കെട്ട് കരഞ്ഞുകൊണ്ട് പറയുമ്പോ ആ മകളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ മറുപടി, ആയിഷ, തെളിവുകൾ മുഴുവനും നിനക്കെതിരായിഷ, ഇനി എനിക്ക് വിശ്വസിക്കലല്ലാതെ വഴിയില്ല. ഉമ്മ കൈയൊഴിഞ്ഞു, വാപ്പ കൈയൊഴിഞ്ഞു, കുടുംബക്കാര് കൈയൊഴിഞ്ഞു, ഒരു നാട് മുഴുവനും തെറ്റുകാരി എന്ന മുദ്ര കുത്തികെട്ട് പരിഹസിക്കുമ്പോ കളിയാകുമ്പോ നാണം കൊടുക്കുമ്പോ ആയിഷ ബീവി കയറെടുത്തില്ല, നരമ്പ് മുറിച്ചില്ല, വിഷമെടുത്ത് കുടിച്ചില്ല. എന്റെ പ്രിയമുള്ള പെങ്ങള് നിസ്കാരപ്പായിക്കകത്തേക്ക് കിടക്കുകയോ. അന്ന് ചരിത്രം പറയുന്നു, ആയിഷ ബീവിക്ക് 16 വയസ്സിന്റെ താഴെയാണ് പ്രായമുള്ളത്. പഠിച്ചവര് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പഠിച്ചവരെ ദിവസങ്ങൾ ഇങ്ങനെ എണ്ണി നീർക്കുകയാണ്. ഓരോ ദിവസങ്ങൾ ഇങ്ങനെ തള്ളുകയാണ്. 15 ദിവസം കഴിഞ്ഞു, 15 ദിവസം കഴിഞ്ഞു. 16ാമത്തെ ദിവസം നോക്കുമ്പോ സുബഹി നമസ്കാരം കഴിഞ്ഞ് ആയിഷ ബീവി വീടിന്റെ വാതിലിലേക്ക് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരികയാ.
ഓരോ ദിവസവും ആയിഷ ബീവി സുബഹി നമസ്കാരം കഴിഞ്ഞ് വീടിന്റെ കവാടത്തിലേക്ക് നോക്കാറുണ്ട്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വരുന്നുണ്ടോ, അല്ലാഹുവിന്റെ റസൂൽ വരുന്നുണ്ടോ. 16ാമത്തെ ദിവസം ഇങ്ങനെ നോക്കുമ്പോ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരികയാ. ആയിഷ ബീവിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഇറങ്ങി ഓടുകയാ. ഓടിച്ചെന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അല്ലാഹു പറഞ്ഞു നബിയേ. എന്റെ നിരപരാധിത്വം തെളിയിച്ചോ നബിയേ. ജിബ്രീൽ വന്നു നബിയേ, ഖുർആനിന്റെ ആയത്തുമായി 7 ആകാശം കടന്ന് ജിബ്രീൽ ഇറങ്ങി വന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, ഇന്നലെ ഖുർആനിൽ ആയത്തിറങ്ങിയ ആയിഷ, നീ നിരപരാധിയാണെന്ന് ഖുർആൻ പറഞ്ഞു ആയിഷ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് സഹായം ഇറങ്ങി വന്നു ആയിഷ. ആയിഷ ബീവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നബിയേ, എനിക്കുറപ്പായിരുന്നു നബിയേ, 7 ആകാശം കടന്ന് ജിബ്രീൽ ഖുർആനിന്റെ ആയത്തുമായി അല്ലാഹുവിന്റെ സഹായവുമായി ഇറങ്ങി വരുമെന്ന് എനിക്കറിയായിരുന്നു നബിയേ, എനിക്കുറപ്പായിരുന്നു നബിയേ. ആ ചെറിയ പെണ്ണിന്റെ ആ ഉറപ്പ് കേട്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ, ഇത്ര ഉറപ്പെന്തേ ആയിഷ? അല്ലാഹുവിന്റെ സഹായം വരുമെന്ന്, ഖുർആനിൽ ആയത്തിറങ്ങുമെന്ന് ഇത്ര ഉറപ്പിച്ച് പറയാനുള്ള കാര്യമെന്താ? അവിടെന്ന് പറഞ്ഞു, നബിയേ, ഈ 15 ദിവസം നിസ്കാരപ്പായിലിരുന്ന് ഞാൻ പറഞ്ഞത് ഒരേ ഒരു ദിക്റാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ, നിനക്ക് ആത്മവിശ്വാസം നൽകിയ, നിനക്ക് മനക്കരുത്ത് നൽകിയ, പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം തന്ന ആ ദിക്ർ ഏതാ ആയിഷ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. നിസ്കാരപ്പായിൽ നിന്നിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ മാലിക്കുൽ മുലൂക്കായ പടച്ചറബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷ ബീവി പറഞ്ഞു, അല്ലാഹ്, എന്റെ വാപ്പ കൈയിടിഞ്ഞ് പടച്ചവര്, എന്റെ ഉമ്മ എന്നെ കൈയിടിഞ്ഞ് പടച്ചവര്, എന്റെ കുടുംബക്കാരെന്നെ കൈയിടിഞ്ഞ് പടച്ചവര്, ഈ നാട്ടുകാര് മുഴുവനും ഞാൻ തെറ്റുകാരിയാണെന്ന് എന്നെ മുദ്ര കുത്തിയിരിക്കുന്ന പടച്ചവര്, എങ്കിലും സത്യം നിനക്കറിയാമല്ല, നിന്റെ സഹായമല്ലാതെ ഇനിയൊരു സഹായം എനിക്കില്ല പടച്ചവര്. കൈവിടല്ലേ അല്ലാ, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ കൈവിടല്ലേ അല്ലാ. ഹസ്ബുനല്ലാഹ്, എനിക്ക് നീ മാത്രം മതി പടച്ചവര്, എനിക്ക് നീ മാത്രം മതി പടച്ചവര്. ആയിഷ ബീവി റളിയല്ലാഹു തആല ഈ ദിക്റാണ് പറഞ്ഞതെന്ന് പ്രവാചകരോട് പറഞ്ഞു കൊടുക്കുമ്പോ രാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള പെങ്ങള്, എന്നെ ആര് കളിയാക്കട്ടു, ആര് പരിഹസിക്കട്ടു, ആര് നാണം കെടുത്തട്ടു, ഇല്ലാത്തത് പറഞ്ഞ് പരത്തട്ടു, എന്റെ ജീവിതത്തിൽ നിനക്ക് സഹിക്കാൻ കഴിയാത്ത വേദനകളെ സമ്മാനിക്കട്ടു. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോ പടച്ചവനെ പേപ്പട്ടിയെ തല്ലുന്നത് പോലെ എല്ലാവരും ചുറ്റുഭാഗത്ത് കിടന്ന് നിന്നെ കല്ലെറിയുമ്പോ മോനെ പറയടാ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ.